Ummy's Tasty Hut. അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ കാണിക്കുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആദ്യം നമുക്ക് ടോസ്റ്റിന് വേണ്ടിയിട്ടുള്ള മുട്ടക്കൂട്ട് റെഡിയാക്കാം. ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫോർക്ക് വെച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടും. ഞാനിവിടെ ഫോർക്ക് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട്, എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ചാണ് എടുത്തത്. 1 സ്പൂൺ വരെ കുരുമുളക് പൊടി എടുക്കാം. എരിവുണ്ടെങ്കിൽ ഈ ടോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എരിവ് ഇഷ്ടമില്ലാത്തവർ കുറച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് 2ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഏത് ഓയിലും ആവാം. നെയ്യ് എടുക്കുന്നുണ്ടെങ്കിൽ നെയ്യും എടുക്കാം. ടോസ്റ്റ് ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടക്കൂട്ടിൽ ബ്രെഡ് ഡിപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഓരോന്നും ഇതുപോലെ ഡിപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ ഒരു സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ഇതുപോലെ വിതറി കൊടുക്കുക. ഒരു സവാള മതിയാവും ഇത്രയും ബ്രെഡിന്. കുറേശ്ശെ ഇതുപോലെ മുകളിൽ ഇട്ട് കൊടുക്കാം. പിന്നെ തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. തക്കാളി 1 മതിയാവും. പിന്നെ നിങ്ങളുടെ അടുത്ത് ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ കുരുമുളക് ഉപ്പിട്ട് വേവിച്ച് ചെറുതായി ചോപ്പ് ചെയ്തത് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിന് മുകളിൽ കുറച്ചുകൂടി മുട്ടക്കൂട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നാൽ ആ സവാളയും തക്കാളിയൊന്നും തെന്നി മാറാതെ നമ്മൾ മറിച്ചിടുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ നിന്നുള്ളൂ. ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ബ്രെഡ്. പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് ടോസ്റ്റ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇനി ഇതൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കാം ഇത്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും കൂടി ടോസ്റ്റ് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ നല്ല ടോസ്റ്റാണിത്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും. പിന്നെ പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിലെല്ലാം നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. ബ്രെഡ് മുട്ടയുണ്ടെങ്കിൽ. ഇപ്പോൾ ബ്രെഡെല്ലാം ഞാനിവിടെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ തക്കാളിയും സവാളയൊക്കെ മൊരിഞ്ഞത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക്